Welcome friends. In this video, we'll be looking at sequences of functions. Okay, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫങ്ഷൻസിൻ്റെ സീക്വൻസസ് ആണ്. അതായത് നമ്മൾക്ക് ഇതേപോലെ we are going to consider a sequence of functions, say fn from a to r. അതായത് f1 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്, f2 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്, എക്സെട്ര fn എയിൽ നിന്ന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്, എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൽ ഈ എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, എക്സ് ഫോർ എക്സാമ്പിൾ ഞാൻ ഏതെങ്കിലും സ്പെസിഫിക് വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഫ് എൻ ഓഫ് 1, എഫ് എൻ ഓഫ് 2, ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് 1 ഓഫ് 1, എഫ് 2 ഓഫ് 1, എഫ് 3 ഓഫ് 1, ഇങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്കൊരു സാധാരണ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സീക്വൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് അഥവാ കൺവേർജ് ചെയ്യുന്ന ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ എഫ് ഓഫ് 1 എന്ന് വിളിക്കും. ഇങ്ങനെ ഓരോരോ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഓരോരോ പോയിന്റും കൺവേർജ് ചെയ്യുന്ന വാല്യൂ, ഇപ്പോൾ ഇൻ ജനറൽ എഫ് 1 ഓഫ് എക്സ്, എഫ് 2 ഓഫ് എക്സ് എക്സെട്ര, എഫ് 3 ഓഫ് എക്സ് എക്സെട്ര, എക്സിൻ്റെ ഓരോരോ വാല്യൂവിനും അത് കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റുകളുടെ കളക്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. സോ ഇങ്ങനെ ഇത് ഏതെങ്കിലും ഈ ഫുൾ റിയൽ ലൈനിൽ കൺവേർജ് ചെയ്തോളണമെന്നില്ല, ഇൻഫാക്ട് ഫുൾ എയിൽ തന്നെ കൺവേർജ് ചെയ്തോളണമെന്നില്ല. ഏതെങ്കിലും എൻ്റെ ഒരു സബ്സെറ്റിന്, ഇങ്ങനെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ എക്സുകൾക്കും ഈ സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ഇതിനെയാണ് നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡൊമെയിൻ സെറ്റിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എ നോട്ട്, അതിലുള്ള എല്ലാ പോയിൻറ്റ്സിനും നമ്മൾ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സുകൾ അത് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. അതായത് അതാത് പോയിന്റുകളിൽ എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി സേ ആസ് പോയിന്റ് വൈസ് കൺവേർജൻസ്. ഇതിനെയാണ് നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമ്മൾ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എഫ് എൻ ഓഫ് എക്സുകൾ എടുക്കുകയാണ്, അതിൽ എക്സിന് ഓരോരോ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആ വാല്യൂസ് എഫ് 1 ഓഫ് എക്സ്, എഫ് 2 ഓഫ് എക്സ് എക്സെട്ര, എഫ് എൻ ഓഫ് എക്സ് എക്സെട്ര, ആ സീക്വൻസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ കളക്ഷൻ ഓഫ് ഓൾ എക്സ് അത് എ നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. അതായത് എഫ് എൻ കൺവേർജസ് പോയിന്റ് വൈസ് ടു എഫ് ഓൺ എ നോട്ട്. അതായത് എ നോട്ടിലെ എല്ലാ പോയിന്റിനും എഫ് എൻ ഓഫ് എക്സ് കൺവേർജ് ചെയ്യും എഫ് ഓഫ് എക്സിലേക്ക്. ഓക്കെ, നൗ ഈ പോയിന്റ് വൈസ് കൺവേർജൻസ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് യൂസിങ് എ സിംഗിൾ റൈറ്റ് ആരോ. ഓക്കെ, എഫ് എൻ കൺവേർജസ് ടു എഫ്, അല്ലെങ്കിൽ വി സേ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ. ഈ രീതിയിലുള്ള നൊട്ടേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പോയിന്റ് വൈസ് കൺവേർജൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. വി വിൽ കൺസിഡർ ദിസ് സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് ഗിവൺ ബൈ എക്സ് ബൈ എൻ. ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടോ, അതായത് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടോ ഇതിന്, ഉണ്ടെങ്കിൽ അത് ഏത് വാല്യൂയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്, ആ രീതിയിൽ ഏതൊക്കെ പോയിൻറ്റ്സിനാണ് അത് കൺവേർജ് ചെയ്യുക, എല്ലാ എക്സിനും കൺവേർജ് ചെയ്യുമോ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? എഫ് 1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് 1 ഓഫ് എക്സ് എന്താ ഇപ്പോൾ വരിക? എഫ് 1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1. എഫ് 2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2. എഫ് 3 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട് എസ് എക്സ് ബൈ 3 എക്സെട്ര. എഫ് എൻ ഓഫ് എക്സ് വിൽ കം ഔട്ട് എസ് എക്സ് ബൈ എൻ എക്സെട്ര. ഈ രീതിയിലാണ് ഈ സീക്വൻസ് പോകുന്നത്. അതിൻ്റെ ഗ്രാഫിക്കലി വരച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. എഫ് 1 ഓഫ് എക്സ് എസ് എക്സ്, എഫ് 2 ഓഫ് എക്സ് എസ് എക്സ് ബൈ 2, എഫ് 3 ഓഫ് എക്സ് എസ് എക്സ് ബൈ 3 എക്സെട്ര. ഓക്കെ, അപ്പം ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂസിനാണ് കൺവേർജ് ചെയ്യുന്നത്, ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് അവർ ഡിസ്കഷൻ. അപ്പോൾ ഇതിന് നമ്മൾക്ക് ആദ്യം ഈ സീക്വൻസ് 1/n കൺസിഡർ ചെയ്യുക. ഈ സീക്വൻസ് 1/n കൺവേർജസ് ടു 0, അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 1/n, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് നമ്പറാണ്, നമ്മൾ പോയിന്റ് വൈസ് ആണ് കൺവേർജൻസ് എടുക്കുന്നത്. എക്സ് ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ, എക്സ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണല്ലോ, എക്സ് ബൈ എൻ വിൽ കൺവേർജ് ടു എക്സ് ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് നമ്മൾ 0 എന്ന് എടുത്ത് കഴിയുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദാറ്റ് ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ എൻ വിൽ ബി ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. അതായത് ഈ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ദിസ് വിൽ കൺവേർജ് ടു 0. 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അതിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, ദിസ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് വിൽ കൺവേർജ്
to, so fn converges to f where f of x equal to 0. Okay, so this converges pointwise. ഇത് പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയും. വേറൊരു കോൺസെപ്റ്റ് ഉണ്ട് യൂണിഫോം കൺവേർജൻസ്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റ്. ഇനി അടുത്ത സീക്വൻസ് എന്ന് പറഞ്ഞാൽ ജി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അതിൻ്റെ ഗ്രാഫുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, ഇതാണ് നമ്മുടെ സീക്വൻസ്. സോ ജി വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് വിൽ ബി എക്സ് റേസ് ടു 1. ജി ടു ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ, ജി ത്രീ ഓഫ് എക്സ് ഇസ് എക്സ് ക്യൂബ് എക്സെട്ര. ഇൻ ജനറൽ ജി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എക്സെട്ര. ഇതാണ് സീക്വൻസ്. അപ്പോൾ ജി വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ജി വൺ ഓഫ് എക്സ്, ജി ടു ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ, അതിൻ്റെ ഗ്രാഫുകളാണ് ഇവിടെ കാണുന്നത്. ജി ത്രീ ഓഫ് എക്സ് ഇസ് എക്സ് ക്യൂബ് എക്സെട്ര. ഓക്കെ, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ടു വിച്ച് ഫംഗ്ഷൻ? സോ ഇത് എക്സ് റേസ് ടു എൻ ആണല്ലോ. സോ വിൽ ലുക്ക് അറ്റ് ദ കൺവേർജൻസ് ഓഫ് എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എക്സ് റേസ് ടു എൻ? നമ്മൾ എക്സ് റേസ് ടു എൻ എടുക്കുകയാണെങ്കിൽ ഇത് -1 to 1, ഇത് ഏതൊക്കെ വാല്യൂസിനെ എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, എക്സ് റേസ് ടു എൻ എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഓക്കെ, ഈ ഒരു വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി കൺവേർജൻറ്റ്. ഇത് ടു ബി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ദിസ്, അതായത് 0 1 നടുവിലുള്ള വാല്യൂ ആണെങ്കിൽ ദിസ് വിൽ കൺവേർജ് ടു 0. ഇനി 0 ആണെങ്കിലും 0 റേസ് ടു n വിൽ കൺവേർജ് ടു 0. 1 ആണെങ്കിലോ 1 റേസ് ടു n വിൽ കൺവേർജ് ടു 1. പക്ഷേ ഇനി നമ്മൾ -1, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ എന്താ, ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന് മോഡുലസ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എക്സ് റേസ് ടു എൻ വിൽ കൺവേർജ് ടു 0. പക്ഷേ -1 റേസ് ടു എൻ, ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് രണ്ട് വാല്യൂസ് എടുക്കും. ഇത് n ഈവൺ ആണെങ്കിൽ ദ വാല്യൂ വിൽ ബി 1, n ഓഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി -1. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി ഡൈവേർജൻറ്റ്. ഇനി ഇതല്ലാതെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഏത് വാല്യൂ എടുത്താലും ഇൻ ജനറൽ ഈ ഒരു കാണുന്നത് ഡൈവേർജൻ്റ് ആണ്. സോ നമ്മൾക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന വാല്യൂസ് -1 ഒഴികെ നമ്മൾ ഈ ഒരു ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഈ ഇൻ്റർവെല്ലിൽ ഇത് കൺവേർജൻ്റ് ആണ്. ഓക്കെ, അതായത് ഇതിൽ ഒരു ചെറിയ വ്യത്യാസം കൂടി എടുക്കാം. നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് കൺവേർജൻ്റ് ആണ്, ആൻഡ് ഇറ്റ് കൺവേർജസ് ടു 0. എക്സ് ഈക്വൽ ടു 1 ആണ്, ഇറ്റ് കൺവേർജസ് ടു 1. ഇതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കൺക്ലൂഷൻ. ഓക്കെ, സോ ദിസ് കൺവേർജസ് ടു ഈ കാണുന്ന ഫംഗ്ഷൻ converges to 0 for -1 less than x less than 1, and it converges to 1 when x equal to 1. ഇതല്ലാതെ in -1ൻ്റെ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ 1ൻ്റെ -1 ഇൻക്ലൂഡഡ്, ഓക്കെ, -1 ഇൻക്ലൂഡഡ് 1ൻ്റെ മുകളിലേക്കോ 1 നോട്ട് ഇൻക്ലൂഡഡ്, ആ ഒരു ഇൻ്റർവെല്ലിൽ അത് കൺവേർജ് ചെയ്യില്ല. ഓക്കെ, സോ ദിസ് കൺവേർജസ് പോയിന്റ് വൈസ് ഇൻ ദിസ് ഗിവൺ സബ്സെറ്റ്. അത്രയും നമുക്ക് പറയും. ഫുൾ റിയൽ ലൈനിൽ കൺവേർജൻ്റ് അല്ല, പോയിന്റ് വൈസ് കൺവേർജൻസ് ഈ കാണുന്ന സബ്സെറ്റിലുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ. ഓക്കെ, ഇത് നമ്മൾക്ക് ഇതേപോലെ, സോ ജി എൻ ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ. സോ ജി വൺ ഓഫ് എക്സ് എന്താ? ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 1x ബൈ 1, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ജി ടു ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2, അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ജി ത്രീ ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3x ബൈ 3, അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2, എക്സ് സ്ക്വയർ പ്ലസ് 3x ബൈ 3. ഇത് കൺവേർജ് ചെയ്യുന്നോ എന്ന് നോക്കാൻ, സോ ഫസ്റ്റ് വി ലുക്ക് അറ്റ് ദിസ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ. So that is actually equal to x square by n plus nx by n. Okay, nx by n, ഈ n cancel out ചെയ്തിട്ട് we'll get it as x square by n plus x. Now here ഈ കാണുന്നൊരു ടേം മാത്രം എടുക്കുകയാണെങ്കിൽ we know that 1 by n converges to 0. So x ഒരു finite number ആയതുകൊണ്ട് x square by n converges to x square into 0, which is equal to 0. Okay, so the first part converges to 0. ഈ കാണുന്ന ടേം 0ലേക്ക് കൺവേർജ് ചെയ്യും. സോ ഇത് ഇൻ ടോട്ടൽ ദിസ് വിൽ കൺവേർജ് ടു എക്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കൺക്ലൂഷൻ. എക്സ് സ്ക്വയർ ബൈ എൻ കൺവേർജസ് ടു 0. So this term converges to 0. So the conclusion is this converges to x for any real x. Okay, so അതാണ് ഈ കാണുന്ന ഗ്രാഫ് y equal to x ലേക്ക് കൺവേർജ് ചെയ്യും. Okay, so this converges pointwise to h of x equal to x. So ഈ hn of x എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ this converges to h of x equal to say x, ഇതിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് y equal to x ആ ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യും. So there is pointwise convergence. ഇനി നെക്സ്റ്റ് ഈ കാണുന്ന ഫംഗ്ഷൻ, നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എൻ എക്സ് പ്ലസ് എൻ
ഇൻറ്റു 1/n. അതായത് നമ്മൾ എഫ് എൻ ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത് 1/n ഇൻറ്റു സൈൻ എൻ എക്സ് പ്ലസ് എൻ എന്നുള്ള. ഓക്കെ, സോ വാട്ട് ഇസ് എഫ് വൺ ഓഫ് എക്സ്? എഫ് വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 1x പ്ലസ് എൻ, അതായത് സൈൻ എക്സ് പ്ലസ് 1. അതിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സിമിലർലി എഫ് ടു ഓഫ് എക്സ് എന്താ? ഇറ്റ് ഇസ് 1/2 സൈൻ 2x പ്ലസ് 2 എക്സെട്ര. ഓക്കെ, ഡസ് ദിസ് കൺവേർജ് ഓർ നോട്ട്? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾക്ക് അറിയാം സൈനിൻ്റെ വാല്യൂസ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ -1 and 1. സൈനിൻ്റെ മിനിമം വാല്യൂ -1ഉം മാക്സിമം വാല്യൂ +1 ആണ്. ദ ഗ്രാഫ് ഇസ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇനി ഈ ഇനീക്വാലിറ്റീൻ്റെ സോ ഈ വൈൻ്റെ പകരം ഞാൻ ഇനി എൻ എക്സ് പ്ലസ് എൻ യൂസ് ചെയ്യണം. സൈൻ എൻ എക്സ് പ്ലസ് എൻ, അതാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ സൈൻ വാല്യൂസ് ആർ ബിറ്റ്വീൻ -1 and 1. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ത്രൂ ഔട്ട് ദിസ് ഇനീക്വാലിറ്റി. ഓക്കെ, നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ വിൽ ഗെറ്റ് ദിസ് ഇനീക്വാലിറ്റി. നൗ വാട്ട് ഹാപ്പൻസ്? ബൈ സ്ക്വീസ് തിയറം ദിസ് ടേം കൺവേർജസ് ടു 0 ആൻഡ് ദിസ് ടേം ഓൾസോ കൺവേർജസ് ടു 0. അതുകൊണ്ട് സ്ക്വീസ് തിയറം എന്താ പറയുന്നത്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ കാണുന്ന ലെഫ്റ്റ് എക്സ്ട്രീമിലുള്ള ആ സീക്വൻസും റൈറ്റ് എക്സ്ട്രീമിലുള്ള ആ സീക്വൻസും ഇതേപോലെ ഒരു ഇനീക്വാലിറ്റി എഴുതാൻ പറ്റുവാണെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിലുള്ള സീക്വൻസും ഈ റൈറ്റ് സൈഡിലുള്ള സീക്വൻസും 0ലേക്ക് കൺവേർജ് ചെയ്യുമെങ്കിൽ നടുവത്തെ സീക്വൻസും അതേ 0ലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. We know this. So FGH എന്നുള്ള 3 sequences ഉണ്ട്. Suppose we have 3 sequences FGH such that f of x is say fn is less than or equal to gn is less than or equal to hn, and fn and gn converges to the same value, say some l, then gn also will converge to that same value l. ഇതാണ് നമ്മൾ squeeze theorem പറയുന്നത്. Okay, so sin nx by n converges to 0. So this converges to f of x equal to 0. ഈ ഒരു സീക്വൻസ്, അത് 0 എന്ന് പറഞ്ഞാൽ 0 സീക്വൻസ്. That is what you must understand. Okay, so it converges to, this is point wise conversion, it converges to f of x equal to 0. Okay, ഇനി ഇതിൻ്റെ തന്നെ ഒരു ഡെഫിനിഷനാണിത്. നമ്മൾ എപ്പോഴാണ് അതായത് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ കണ്ടിന്യൂറ്റിൻ്റെ കേസിൽ ലിമിറ്റിൻ്റെ കേസിലൊക്കെ പഠിച്ചതാണ്. അതേപോലെ സോ ഇവിടെ വാട്ട് ഇറ്റ് സേസ് ഇസ് ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് in a subset A subset of R. We can say that Fn converges to F for on say A subset of R if for each x. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ഫോർ ഈച്ച് എക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് യൂണിഫോം കൺവേർജൻസ് ആണ്. അവിടെ ഈ ഫോർ ഈച്ച് എക്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ ഇഫ് ഫോർ ഈച്ച് എക്സ് given epsilon greater than 0 there exists a natural number k such that modulus of fn of x minus f of x is less than epsilon. അതായത് ഞാൻ ഏത് എപ്സിലോൺ തന്നാലും നിങ്ങൾക്ക് ഒരു k എന്നുള്ളൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ആഫ്റ്റർ ദിസ് ആ k കഴിഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസിനും, അതായത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും ഈ എഫും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണെക്കാട്ടും ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ സീക്വൻസ് വരുന്നത് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ഇവിടെ എവിടെയെങ്കിലും സപ്പോസ് ഇത് ഞാൻ ചുമ്മാ ഇലസ്ട്രേഷന് പറയുകയാണ്. സോ F1 എന്നുള്ള വാല്യൂ ഉണ്ട്, F2 എന്നുള്ള വാല്യൂ ഉണ്ട്, എക്സെട്ര Fn എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, ഇത് സപ്പോസ് ഇറ്റ് ഇസ് കൺവേർജിങ് ടു f of x എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് എന്താ, ഞാൻ ഏത് എപ്സിലോൺ, അതായത് ഇതിൻ്റെ ഏത് എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും ആഫ്റ്റർ ഒരു സർട്ടൻ സ്റ്റേജ് ഐ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ k, എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് ആ FK കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും ഇതിൻ്റെ ഈ കാണുന്ന ഇൻ്റർവെൽ, ഇതിൻ്റെ ഈ നെയ്ബർഹുഡിൽ ഉണ്ടാവും. അതാണ് geometrically അത് പറയുന്നത്. ഓക്കെ, സോ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു വിൽ ബി ഏബിൾ ടു ഗിവ് മി എ k സച്ച് ദാറ്റ് ആ FK കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും ഇതിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൽ ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ. ഇനി നമ്മൾ യൂണിഫോം കൺവേർജൻസിലേക്ക് പോവുക. യൂണിഫോം കൺവേർജൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന k it depends only on epsilon and not on x. ഇവിടെ നമ്മൾ ഓരോരോ എക്സിനും ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു k കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് ഒരു എക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു എപ്സിലോൺ തരാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു k തരാൻ പറ്റും സച്ച് ദാറ്റ് fn of x minus f of x is less than epsilon for all n greater than or equal to k. ഇതാണ് അത് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ യൂണിഫോം കൺവേർജൻസ് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരു എപ്സിലോൺ തന്നാൽ ഏത് എക്സ് ആണെങ്കിലും, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, ഏത് എക്സ് എവിടെയാണെന്ന് പറയുന്നില്ല, ഏത് എക്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഷുഡ് ബി ഏബിൾ ടു ഗിവ് മി എ k സച്ച് ദാറ്റ് fn of x minus f of x is less than epsilon for all
n greater than or equal to k, for all n greater than or equal to k. ഇത് എല്ലാ എക്സിനും ഇതേ k വർക്ക് ചെയ്യണം. അവിടെ അങ്ങനെയല്ല, അവിടെ ഓരോ എക്സിനും ഞാൻ ഓരോരോ കെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓരോ എക്സിന് നിങ്ങൾക്ക് വെവ്വേറെ കെ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ അതല്ല, ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഏത് എക്സിനും നിങ്ങളുടെ ഈ കെ വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ആ ഫുൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ആ ഫംഗ്ഷൻ മൊത്തമായിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മൊത്തമായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാത്തിൻ്റെയും ഗ്രാഫ്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും ഗ്രാഫ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ ഉണ്ടാവും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിഫോം കൺവേർജൻസ് ആൻഡ് പോയിന്റ് വൈസ് കൺവേർജൻസ്. പോയിന്റ് വൈസ് കൺവേർജൻസ് ഒരു എക്സ് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് വൺ ഓഫ് എക്സ്, എഫ് ടു ഓഫ് എക്സ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഫ് എൻ ഓഫ് എക്സ് എക്സെട്ര ആ സീക്വൻസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. ഇതല്ല, ഇവിടെ ഞാൻ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു എഫ് ഓഫ് എക്സിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിലായിരിക്കും ഈ എഫ് എൻ ഓഫ് എക്സിൻ്റെ ഈ സീക്വൻസുകൾ ഉണ്ടാവുക ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജ്. ഓക്കെ, അതാണത് പറയുന്നത്. സോ യൂണിഫോം കൺവേർജൻസിന് നമ്മൾ ഈ കാണുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുക. എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ്. ഓക്കെ, നൗ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു ഇത് ഡിസ്പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അത് യൂണിഫോംലി കൺവേർജൻറ്റ് അല്ല എന്നെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദിസ് ഇസ് ദ റിസൾട്ട്, ദിസ് ഇസ് ദ ലെമ്മ. ഓക്കെ, യൂണിഫോംലി കൺവേർജൻറ്റ് അല്ല എന്ന് കാണിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ്, അതായത് ഈ എപ്സിലോൺ അല്ല അവിടെ ഇമ്പോർട്ടൻസ്, സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എഫ് എൻ കെ ഓഫ് എഫ് എൻ ആൻഡ് സീക്വൻസ് എക്സ് കെ സച്ച് ദാറ്റ് മോഡ് എഫ് എൻ കെ ഓഫ് എക്സ് കെ മൈനസ് മോഡ് എഫ് ഓഫ് എക്സ് കെ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, അതായത് ഞാൻ ഈ എഫ് എൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എന്നുള്ള പറയുന്നത് പോലെ എനിക്ക് ഒരു സീക്വൻസ് സബ് സീക്വൻസ് എക്സ് കെ, ഓക്കെ, അപ്പോൾ അതേ ഒരു സബ് സീക്വൻസ് എക്സ് കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് സച്ച് ദാറ്റ് സോ എഫ് എൻ വൺ ഓഫ് എക്സ് വൺ, എഫ് എൻ ടു ഓഫ് എക്സ് ടു, ഓക്കെ എക്സെട്ര എഫ് എൻ ത്രീ ഓഫ് എക്സ് ത്രീ. ഈ സബ് സീക്വൻസ്, ഈ എഫ് എൻ വൺ എഫ് എൻ ടു എന്ന് ഞാൻ പറയാൻ കാരണം അത് കറക്റ്റ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് ആവണമെന്നില്ല. എഫ് എൻ വൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മളുടെ എഫ് ഫൈവ് ആയിരിക്കാം, യൂഷ്വൽ ചെയ്യുന്ന എഫ് ഫൈവ്. എഫ് എൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എഫ് സെവൻ ആയിരിക്കാം. എഫ് എൻ ത്രീ എന്ന് പറഞ്ഞാൽ എഫ് 11 ആയിരിക്കും. അത് അതേ ഓർഡറിൽ എഫ് വൺ എഫ് ടു എന്നുള്ള ഓർഡർ അല്ല. എൻ വൺ എൻ ടു എൻ ത്രീ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സബ് സീക്വൻസ് ആണ്. അപ്പോൾ ഒറിജിനൽ അതേ ഓർഡറിൽ അല്ലാതെ അതേ ഓർഡർ പ്രിസർവ് ചെയ്യും, പക്ഷേ എഫ് വൺ എഫ് ടു എഫ് ത്രീ അല്ലാതെ എഫ് ഫൈവ് എഫ് സെവൻ എഫ് നയൻ അങ്ങനെ കുറച്ച് വിട്ടിട്ടായാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സബ് സീക്വൻസ് എടുക്കുകയാണ് ഞാൻ അതിൻ്റെ എഫ് ഫൈവ് എഫ് സെവൻ എഫ് 11 എക്സെട്ര. അതേപോലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര. അപ്പോൾ 1 2 3 അങ്ങനെ ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സേ എഫ് ഫൈവ് ഓഫ് say 1, f6 of say 3, f9 of say 2, സിക്സ് എക്സെട്ര എന്നുള്ള ഞാൻ ഈ സീക്വൻസ് എടുക്കുമ്പം അതും എഫ് ഓഫ് എക്സ് കെകളും, അതായത് എഫ് ഓഫ് 1, എഫ് ഓഫ് 3, എഫ് ഓഫ് 6 ഇതാണ് ഞാൻ മറ്റെടുത്തെടുക്കുന്ന സീക്വൻസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോൺ നോട്ടിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് സീറോയിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ നമ്മൾക്കതിനെ എന്താ പറയാം, ഒരു യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് പറയാം. സോ ഇതൊന്നും കൂടി ഫോർമലി പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ഫോർ സം എപ്സിലോൺ, ഏതെങ്കിലും ഒരു എപ്സിലോണിന് അത് വർക്ക് ചെയ്താൽ മതി. ഫോർ സം എപ്സിലോൺ ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് എ സബ് സീക്വൻസ് എഫ് എൻ കെ ഓഫ് എഫ് എൻ ആൻഡ് എ സീക്വൻസ് എക്സ് കെ സച്ച് ദാറ്റ് മോഡ് ഓഫ് എഫ് എൻ കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് എടുത്തിട്ട് അതും എഫും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഇതിന് യൂണിഫോംലി കൺവേർജൻസ് ഇല്ല എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ എഫ് എൻ ഓഫ് എക്സ് എക്സ് ബൈ എൻ ആണ്, ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് 0 ആണ്. ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. വി ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് കൺവേർജസ് യൂണിഫോംലി, ഇറ്റ് കൺവേർജസ് പോയിന്റ് വൈസ്. We have already shown that it converges, fn of x converges pointwise to f of x. ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചതാണ്. പക്ഷേ ഇതിന് യൂണിഫോം കൺവേർജൻസ് ഇല്ല എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ എടുക്കാൻ പോകുന്ന സബ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കെ ഈക്വൽ ടു കെ, എൻ കെ ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ അതായത് എൻ കെ ഈക്വൽ ടു കെ എന്നുള്ള നമ്പർ എടുക്കുന്നത്, എന്താണോ എൻ കെ എടുക്കുന്നത് അത് തന്നെ എക്സ് കെ ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എൻ കെ ഈക്വൽ ടു 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെ സബ് സീക്വൻസ് എൻ 1 1 ആയിരിക്കും, എക്സ് 1 1 ആയിരിക്കും, എൻ 2
സേ 2 ആയിരിക്കും, x2 2 ആയിരിക്കും. ഇത് അതേപോലെ തന്നെ ഓർഡറിലാണ് പോകുന്നത്. ഈ രീതിയിലുള്ള സബ്സീക്വൻസുകൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എഫ് എക്സ് എൻ കെ ഓഫ് എക്സ് കെ എന്താ വരിക? എക്സ് ബൈ എൻ ആണ്. എക്സ് ബൈ എന്നിൻ്റെ പകരം നമ്മൾക്ക് വേണ്ടത് എക്സ് കെ ബൈ എൻ കെ. ഓക്കെ, അപ്പോൾ എഫ് എൻ ഓഫ് എക്സ് ഇസ് എക്സ് ബൈ എൻ. സോ വാട്ട് ഇസ് എഫ് എൻ കെ ഓഫ് എക്സ് കെ? ഇറ്റ് ഇസ് എക്സ് കെ ബൈ എൻ കെ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, ഇനി എക്സ് കെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് കെ ഇസ് ആക്ച്വലി കെ ആൻഡ് എൻ കെ ഇസ് കെ. രണ്ടും നമ്മൾ കെ എന്നാണ് എടുത്തത്. സോ കെ ബൈ കെ ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ എഫ് എൻ കെ ഓഫ് എക്സ് കെ, ഈ ഒരു സബ്സീക്വൻസിന് പ്രത്യേകത എന്താ? ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ വാല്യൂസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി എഫ് എൻ കെ ഓഫ് എക്സ് ക്യൂ മൈനസ് എഫ് ഓഫ് എക്സ് ക്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഈ വാല്യൂ നമ്മൾക്ക് 1 എന്ന് കിട്ടി, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് കെ എന്താ? അത് ഏത് വാല്യൂ കൊടുത്താലും 0 ആണ്. സോ അത് 0 എന്ന് കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇനി ഞാൻ എപ്സിലോൺ നോട്ട് 1നെക്കാട്ടും ചെറുത് ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 1/2 എന്ന് എടുത്താൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോൺ നോട്ടിനെക്കാട്ടും ഗ്രേറ്റർ ആണ്. ഇതൊരിക്കലും 0ലേക്ക് എത്തില്ല. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 1ലാവും. എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ചെറുതെടുത്താലും ഒരു കാര്യമില്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എപ്പോഴും എപ്സിലോൺ നോട്ടിനെക്കാട്ടും ചെറുതാവും. ഇല്ല, ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്, ഈ സബ്സീക്വൻസുകളും ഈ എഫ് ഓഫ് എക്സുകളും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 1 ആയിട്ട് നിൽക്കും. ഇതൊരിക്കലും എനിക്ക് ചെറുതാക്കി 0ലേക്ക്, ഈ ഡിഫറൻസ് 0ലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അങ്ങനെ 0ലേക്ക് കൊണ്ടെത്തിക്കണം. ഏത് എപ്സിലോൺ എടുത്താലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് 0 അതിനെക്കാട്ടും ചെറുതാവുന്ന രീതിയിൽ ഉള്ളൊരു കെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷേ ഇത് എന്ത് കളിച്ചാലും, ഇത് എത്ര ഞാൻ മുന്നോട്ട് പോയാലും, ഈ F1 F2 F3 എന്നുള്ള ഈ സീക്വൻസ് ഞാൻ എത്ര മുന്നോട്ട് കൊണ്ടുപോയാലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 തന്നെ കിടക്കും. അത് ചെറുതായി 0ലേക്ക് എത്തില്ല. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഫോർ എക്സാമ്പിൾ കൗണ്ടറായിട്ട് ഞാൻ എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 1/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1/2നെക്കാട്ടും ചെറുതാവുന്ന രീതിയിൽ എനിക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 1 ആണ്. അത് 1/2നെക്കാട്ടും ഒരിക്കലും ചെറുതാവില്ല. സോ ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പോൾ 1/2 ഞാൻ ആർബിട്രറി എടുത്തതാണ്. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജൻറ്റ്. അതുപോലെ ഈ ജി എൻ ഓഫ് എക്സിൻ്റെ കേസ് ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ദിസ് കൺവേർജസ് പോയിന്റ് വൈസ് ടു ജി ഓഫ് എക്സ്. നേരത്തെ ഇതേ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. ഇനി ഇതിന് യൂണിഫോം കൺവേർജൻസ് ഇല്ല എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ എടുക്കാൻ പോകുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ എൻ കെ ഈക്വൽ ടു കെ, എക്സ് കെ ഈക്വൽ ടു 1/2 റേസ് ടു 1/k. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും? ജി എൻ കെ ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എക്സ് റേസ് ടു എക്സ് കെ റേസ് ടു എൻ കെ എന്ന് വരും. ഓക്കെ, എക്സ് കെ റേസ് ടു എൻ കെ എന്ന് പറഞ്ഞാൽ എക്സ് കെ എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 1/k. ഇതാണ് എക്സ് കെ. ഓക്കെ, എക്സ് കെ റേസ് ടു 1/k എന്നാണ് വരേണ്ടത്. സോ ഇതാണ് എക്സ് കെ ടു ദ പവർ എൻ കെ. എൻ കെ എന്താണ്? കെ ആണ്. ടു ദ പവർ കെ. എന്നൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ജി എൻ കെ ഓഫ് എക്സ് കെ എന്താ വരിക? എക്സ് കെ ടു ദ പവർ എൻ കെ. എക്സ് കെ എന്താ? 1/2 ടു ദ പവർ 1/k. ഓക്കെ, ഹോൾ ടു ദ പവർ എൻ കെ. എൻ കെ എന്താണ്? കെ. സോ ഹോൾ ടു ദ പവർ കെ. ഇനി ആ കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1/2. സോ ജി എൻ കെ ഓഫ് എക്സ് കെ 1/2 ആണ്. ജി എൻ കെ ഓഫ് എക്സ് കെ 1/2 ആണ്. സോ ഇതിൻ്റെ പകരം ഇനി ജി എൻ കെ ഓഫ് എക്സ് കെ മൈനസ് ജി ഓഫ് എക്സ് കെയിൽ 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി വാട്ട് ഇസ് ജി ഓഫ് എക്സ് കെ? ജി ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി 0 ഫോർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഞാൻ എക്സ് 1 എന്ന് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെന്തായാലും, ഇപ്പോൾ എക്സ് ഞാൻ ഒരിക്കലും 1 എന്ന് ചൂസ് ചെയ്യുന്നില്ലല്ലോ, 1/2 റേസ് ടു 1/k എന്നല്ലേ. സോ this will be always 0. So 1/2 minus 0. So ഇതിൻ്റെ ഡിഫറൻസും ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്, 1/2 ആണ്. ഇതൊരിക്കലും 0ലേക്ക് അപ്രോച്ച് ചെയ്യില്ല. ഞാൻ ഇത് എത്ര മുന്നോട്ട് പോയാലും, ഈ എൻ കെ എന്നുള്ളത് എത്ര മുന്നോട്ട് കൊണ്ടുപോയാലും ഇത് ദിസ് വിൽ ഓൾവേസ് ബി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 1/2 ആവും. എനിക്ക് എന്താ കൺവേർജൻ്റ് ആവണേ? ശരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0ലേക്ക് എത്തണ്ടേ. പക്ഷേ ഇത് അങ്ങനെ ഒരിക്കലും എത്തൂല. സോ ഇങ്ങനെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിയാൽ മതി നമ്മൾക്ക് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് കാണിക്കാൻ. പക്ഷേ പോയിന്റ് വൈസ് കൺവേർജൻസിന് അത്ര വേണ്ട. ഒരു പോയിന്റിൽ അത് ആ വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ഇതിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾക്ക് ആസ് എ ഹോൾ അതിന് കൺവേർജൻസ് വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഫിഗറൊക്കെ നോക്കിയാൽ തന്നെ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾക്ക് ഈ ഫിഗറിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? സോ ഇതാണ് ഈ കാണുന്നതിൻ്റെയൊക്കെ ഫിഗർ. സോ ഇത് 0ലേക്കല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഗ്രാഫ് വരിക. സോ നമ്മൾക്ക് അതിലേക്ക് ഒരിക്കലും അതിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും അതിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. പക്ഷേ പോയിന്റ് വൈസ് അതല്ല. ഞാൻ എക്സ് ഈക്വൽ ടു 1/2 അത് 1 ഡയമെൻഷനാണ്. 1, 1/2, 1/3 എക്സെട്ര എന്ന് പറഞ്ഞാൽ അത് അവസാനം 0ലേക്ക് കൺവേർട്ട് ചെയ്യും. അത് 1 ഡയമെൻഷനിലാണ്. പക്ഷേ 2 ഡയമെൻഷനിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഇങ്ങനെ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുൾ അത് വരുന്നുണ്ടോ ഗ്രാഫ്? ഇല്ല. അതാണ് നമ്മൾക്ക് യൂണിഫോം കൺവേർജൻസ് ആ രീതിയിൽ കിട്ടില്ല. ഓക്കെ,
ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾസ്. യൂണിഫോം കൺവേർജൻസിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ ഇതാണ്. ഇത് അതേപോലെ തന്നെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ ഇത് നമ്മൾ കാണിച്ചതാണ്. വി ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് കൺവേർജസ് ടു എക്സ് പോയിന്റ് വൈസ്. ഇനി ഇവിടെ നമ്മൾ എൻ കെ ആയിട്ട് ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്നാണ് കാണിക്കുന്നത്. വിൽ ഷോ ദാറ്റ് എൻ കെ ഈക്വൽ ടു കെ ആൻഡ് എക്സ് കെ ഈക്വൽ ടു മൈനസ് കെ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എച്ച് എൻ കെ ഓഫ് എക്സ് കെ? ദിസ് ഇസ് എക്സ് കെ സ്ക്വയർ പ്ലസ് എൻ കെ ഇൻറ്റു എക്സ് കെ ബൈ എൻ കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കെ സ്ക്വയർ, എക്സ് കെ എന്താ മൈനസ് കെ, സോ മൈനസ് കെ സ്ക്വയർ, ഓക്കെ, പ്ലസ് എൻ കെ ഇൻറ്റു എക്സ് കെ. എൻ കെ ഇൻറ്റു എക്സ് കെ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു മൈനസ് കെ. അപ്പം കെ ഇൻറ്റു മൈനസ് കെ ഇസ് മൈനസ് കെ സ്ക്വയർ. അതാണ് ഞാൻ ഇവിടെ മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ എൻ കെ. എൻ കെ ഇസ് കെ, സോ ഡിവൈഡഡ് ബൈ എൻ കെ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? മൈനസ് കെ സ്ക്വയർ. ഇത് മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇസ് ഐ വിൽ ഗെറ്റ് ഇറ്റ് എസ് കെ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ബൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എൻ കെ ഓഫ് എക്സ് കെ 0. ഓക്കെ, അത് 0 എന്ന് കിട്ടി. സോ അത് ഇനി നമ്മൾ എച്ച് എൻ കെ ഓഫ് എക്സ് കെ മൈനസ് എച്ച് ഓഫ് എക്സ് കെ എടുത്താൽ വി വിൽ ഗെറ്റ് എച്ച് എൻ കെ ഓഫ് എക്സ് കെ 0. ആൻഡ് വാട്ട് ഇസ് എച്ച് ഓഫ് എക്സ് കെ? എച്ച് ഓഫ് എക്സ് കെ ഇസ് എക്സ്. ഓക്കെ, എക്സ് കെ ആയിട്ട് നമ്മൾ എന്താ ചൂസ് ചെയ്ത്? മൈനസ് കെ. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് കെ ഇസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടുന്നത് എന്താ? എക്സ് കെ വിച്ച് ഇസ് മൈനസ് കെ. അപ്പോൾ മൈനസ് കെ എന്ന് കിട്ടി. സോ ദാറ്റ് വിൽ കം ഔട്ട് ആസ് ഇത് തമ്മിലുള്ള, സോ എച്ച് എൻ കെ ഓഫ് എക്സ് കെ മൈനസ് എച്ച് ഓഫ് എക്സ് കെ വിൽ കം ഔട്ട് ആസ് എക്സ് കെ എന്താ മൈനസ് കെ ആയിട്ടാണ് യൂസ് ചെയ്തത്. സോ ദിസ് വിൽ കം ഔട്ട് ആസ് 0 പ്ലസ് കെ. 0 മോഡ് ഓഫ് 0 പ്ലസ് കെ ഇസ് കെ. സോ ഇതുകൊണ്ട് ഇതെന്താ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കെ ആയിരിക്കും. നമ്മൾ ഏതാണോ വാല്യൂ എടുക്കുന്നത് ഇതൊരിക്കലും, സോ ഞാൻ ഏതെങ്കിലും എപ്സിലോൺ എന്നുള്ളത് ലെസ് ദാൻ കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടും ചെറുതായിട്ട് എനിക്കിത് കിട്ടില്ല. സോ ദിസ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. ഇതൊരിക്കലും 0ലേക്ക് എത്തില്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു ലാസ്റ്റ് കോൺസെപ്റ്റും കൂടി ഉണ്ട്, ദാറ്റ് ഓഫ് എ യൂണിഫോം നോം. ഈ യൂണിഫോം നോം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ഫങ്ഷൻ ഫൈ ഫ്രം എ ടു ആർ, ഈ ഫൈ ബൗണ്ടഡ് ആയിരിക്കണം ഈ സെറ്റിൽ. ഓക്കെ, ഫൈ ബൗണ്ടഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഫൈ, ഞാൻ ആ ഏതെടുത്താലും മോഡ് ഓഫ് ഫൈ എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. അപ്പോൾ എയിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും മോഡ് ഫൈ ഓഫ് എക്സ് എനിക്ക് അതൊരു ബൗണ്ടഡ് ആയിട്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെക്കാട്ടും ചെറുത് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാൻ പറ്റണം. അങ്ങനെ ഈ ഒരു ബൗണ്ടഡ് ഫങ്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് അത് വെച്ചിട്ടൊരു നോം എഴുതാൻ പറ്റും. സോ ഫൈ ഈസ് ബൗണ്ടഡ്. വി ഡിഫൈൻ ദ യൂണിഫോം നോം ഫൈ ഓൺ എ ബൈ, യൂണിഫോം നോം എന്ന് പറഞ്ഞാൽ നോം ഫൈ ഓഫ് എ ഈസ് സുപ്രീമം ഓഫ് മോഡ് ഫൈ ഓഫ് എക്സ് വെർ എക്സ് ബിലോങ്സ് ടു എ. ഓക്കെ, അതായത് ഞാൻ ഈ ഫൈ ഓഫ് എക്സ് അത് ബൗണ്ടഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ മോഡ് ഫൈ ഓഫ് എക്സിൻ്റെ സുപ്രീമം ആയിട്ടാണ് ഈ നോമിനെ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ഈ രീതിയിലാണ് ഞാൻ ആ നോമിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ നോമിനെ ഡിഫൈൻ ചെയ്യുന്നത്. നോം ഇസ് ആക്ച്വലി നോഷൻ ഓഫ് ഡിസ്റ്റൻസ്. നമ്മളത് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനോ അല്ലെങ്കിൽ ആ ഒരു മെട്രിക് എന്നുള്ള രീതിയിലൊക്കെ മെട്രിക് സ്പേസസ് പഠിച്ചാൽ അപ്പം ഒരു മെട്രിക് എന്നുള്ള രീതിയിൽ മെട്രിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ സോ ഇനി ഇത് വെച്ചിട്ട് നമ്മൾക്ക്, അതായത് ഈ യൂണിഫോം നോം വെച്ചിട്ട് നമ്മൾക്ക് യൂണിഫോം കൺവേർജൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സപ്പോസ് എഫ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫങ്ഷൻസ് ഓൺ എ സബ്സെറ്റ് ഓഫ് ആർ. ഇഫ് ഇറ്റ് കൺവേർജസ് യൂണിഫോംലി, ഇറ്റ് കൺവേർജസ് ടു യൂണിഫോംലി ഓൺ എ ഇഫ് എൻ, അതായത് നമ്മൾ സേ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു സേ സം എഫ് ഓൺ എ if and only if norm of fn minus f, അതായത് ഇത് യൂണിഫോം നോമാണ്, കൺവേർജസ് ടു 0. അതിൻ്റെ അർത്ഥം എന്താ? സുപ്രീമം ഓഫ് സേ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇതെന്ത് ആവണം? ഇത് നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 0ലേക്ക് എത്തണം ഇൻ എക്സ്. ഓക്കെ, സുപ്രീമം എടുത്തു കഴിഞ്ഞാൽ ഇത് 0ലേക്ക് എത്തണം, അതാണിത് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ എന്താ, വി ആർ ടേക്കിംഗ് ദിസ് ഫംഗ്ഷൻ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എൻ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ആസ് സച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ എഫ് എൻ ഓഫ് എക്സ് എന്നുള്ളത് ഈക്വൽ ടു എക്സ് ബൈ എൻ എന്നുള്ളത് ഇത് ബൗണ്ടഡ് അല്ല. അതുകൊണ്ട് നമ്മൾക്ക് ആസ് സച്ച് ഈ യൂണിഫോം നോം ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ എക്സിന് എത്ര വലിയ വാല്യൂ വേണമെങ്കിലും എടുക്കാമല്ലോ. എക്സിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടോ? ഇല്ല. എക്സ് ബിലോങ്സ് ടു ആർ,
അപ്പോൾ ഞാൻ എക്സ് ബിലോങ്സ് ടു ആർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ എക്സിന് എത്ര വലിയ വാല്യൂ വേണമെങ്കിലും എടുക്കാം. അതായത് ഇതിനൊരു നാച്ചുറൽ അപ്പർ ബൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്ക് ബൗണ്ടഡ് അല്ല. പക്ഷേ ഞാൻ ഈ എ ഈക്വൽ ടു 0 1 ക്ലോസ് ഇൻ്റർവൽ 0 1 എന്നുള്ള ഈ ഒരു സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ അത് ബൗണ്ടഡ് ആണ്. ബിക്കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്താ 1. ഓക്കെ, അപ്പം അതിലത് ബൗണ്ടഡ് ആണ്. ഈ 1/n എന്നുള്ള ഇതൊക്കെ ബൗണ്ടഡ് ആണ്. അപ്പോൾ ആ ഒരു സീക്വൻസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് എന്ത് വരും? സുപ്രീമം ഓഫ് മോഡ് എക്സ് ബൈ എൻ മൈനസ് 0 ഇതെന്താ വരിക? ഇത് ആക്ച്വലി 1/n എന്ന് വരും. നമ്മൾക്ക് കൺസിഡർ ചെയ്യുന്നത് സുപ്രീമം ഓഫ് മോഡ് എക്സ് ബൈ എൻ മൈനസ് 0 ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സ് ഏതെങ്കിലും 0-ൻ്റെയും 1-ൻ്റെയും നടുവിലുള്ളൊരു നമ്പറായിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, സോ എക്സ് എന്ന് പറഞ്ഞാൽ 0-ൻ്റെയും 1-ൻ്റെയും നടുവിലുള്ളൊരു നമ്പറായിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 0/n x/n 1/n. അപ്പോൾ ഇതിൻ്റെ സുപ്രീം എന്താ? ഇത് 1/n ആണ്. സോ സുപ്രീമം ഓഫ് മോഡ് എക്സ് എൻ എന്താ? അത് 1/n ആണ്. സോ അതിൻ്റെ സുപ്രീമം 1/n ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1/n എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? 1/0 കൺവേർജ് ചെയ്യുന്നു ആസ് n goes to infinity. സോ മോഡ് എഫ് എൻ മൈനസ് എഫ്, അതായത് യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0. സോ ഇതിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ട്. എവിടെ? ഈ ഒരു സബ്സെറ്റിൽ 0-1 ഇത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. ആൻഡ് ഇറ്റ് കൺവേർജസ്, എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ 0 ക്ലോസ് ഇൻ്റർവൽ 0-1. ഇതിൽ അതിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ട്. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് ഈ യൂണിഫോം നോം വെച്ചിട്ടുള്ള ഈ റിസൾട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇനി നെക്സ്റ്റ് gn ഈക്വൽ ടു എക്സ് റേസ് ടു n. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് നമ്മൾ ഓൾറെഡി പോയിന്റ് വൈസ് കൺവേർജൻസ് പ്രൂവ് ചെയ്തതാണ്. ജി ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഇനി എന്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നോ വാട്ട് ഹാപ്പൻസ്? ദ ഫംഗ്ഷൻ gn of x മൈനസ് ജി ഓഫ് എക്സ് ഇത് എന്താണ്? എക്സ് റേസ് ടു n മൈനസ് എക്സ് എന്നുള്ള രീതിയിലാണ് വരിക. ഇത് നമ്മൾക്ക് എന്താ? ഈ ജി ഓഫ് എക്സ് നമ്മൾ മൈനസ് ഈ 0 ഇതും ഫുൾ സെറ്റിൽ കൺസിഡർ ചെയ്യല്ല. ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എടുക്കുകയാണെങ്കിൽ ഇത് എന്താ വരിക? ഇതൊരു ബൗണ്ടഡ് സെറ്റാണ്. ആ ഒരു കളക്ഷൻ, അതായത് ഇവിടെയും നമ്മൾ ഫുൾ റിയൽ സെറ്റ് എടുക്കുന്നില്ല, 0-1 മാത്രം എടുക്കുക, ക്ലോസ് ഇൻ്റർവൽ 0-1 മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ gn of x ഈക്വൽ ടു എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ 0 റേസ് ടു n-ൻ്റെയും 1 റേസ് ടു n-ൻ്റെയും നടുവിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, സോ ഇത് എന്തായാലും ബൗണ്ടഡ് ആണ്. സോ അവിടെ നമ്മൾക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. സോ അവിടെ നമ്മളിത് യൂസ് ചെയ്യുമ്പം ഇതെന്ത് വരും? ജി ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി പോയിന്റ് വൈസ് കൺവേർജൻസ് വെച്ച് ഇതാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ക്ലോസ് ഇൻ്റർവൽ 0-1 യൂണിഫോംലി കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ gn മൈനസ് ജി ചെയ്യുമ്പോൾ എക്സ് റേസ് ടു n മൈനസ് ഇവിടെ എന്താ വരും? 0 ഈ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് റേസ് ടു n മൈനസ് 0 എന്ന് വരും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾക്ക് 1 റേസ് ടു n മൈനസ് 1 റേസ് ടു n മൈനസ് 1. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താ ഇതിൻ്റെ വാല്യൂ? 1 റേസ് ടു n. അല്ലാത്തപ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സ് റേസ് ടു n. ഇപ്പോൾ 0.5 ആണ്, 0.5 റേസ് ടു n. പക്ഷേ ഇവിടെ ഈ ഒരു ഡിഫറൻസ് ഉള്ളത്, ജി ഓഫ് എക്സിൽ ഈ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എക്സ് ഈക്വൽ ടു 1 എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മളിത് ഫുൾ കൺസിഡർ ചെയ്യുന്നില്ല, 0 to 1 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്ക് 0 to 1 നോട്ട് ഇൻക്ലൂഡഡിൽ ഇതിൻ്റെ വാല്യൂ വരെ എക്സ് റേസ് ടു n മൈനസ് 0 എന്നാണ്. അതാണ് ഇവിടെ എഴുതിയത്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n. ഇനി അതല്ല എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ 1 റേസ് ടു n മൈനസ് 1, അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് എഴുതിയത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് വരുന്നത്. ഇനി ഇതിൻ്റെ സുപ്രീമം എന്താ? ഇതിൻ്റെ സുപ്രീമം ഇത് മാക്സിമം എത്തുന്നത് 1-ലാണ്. 1 റേസ് ടു n എപ്പോഴാണ്? 1 റേസ് ടു n-ൻ്റെ വാല്യൂ എന്താ? 1 ആണ്. സോ 0 to 1-ൻ്റെ ഉള്ളിലുള്ള ആ സീക്വൻസിൻ്റെ സുപ്രീമം കൺവേർട്ട് ചെയ്യുക 1 റേസ് ടു n-ലേക്കാണ്, അത് 1 ആണ്. ഇത് 0 ആകുമ്പോൾ അത് ഓൾറെഡി 1 ആണ്. ഓക്കെ, ഇവിടെ ഇത് കൺവേർട്ട് ചെയ്യുന്നത് 1 റേസ് ടു n-ലേക്കുമാണ്. അപ്പോൾ മീൻസ് അതിൻ്റെ സുപ്രീമം 1 റേസ് ടു n ആണ്. സോ മോഡ് gn മൈനസ് g കൺവേർജസ് ടു 1. ഓക്കെ, സോ വാട്ട് കൻ യു സേ? ഡസ് ഇറ്റ് കൺവേർജ് ടു 0? നോ, ഇത് 0-ലേക്കല്ല. ഇത് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നല്ല, അത് 0-ലേക്ക് കൺവേർജ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0-ലേക്ക് എത്തണം. ഇത് 0-ലേക്കല്ല, 1-ലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് ടു 0. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് യൂണിഫോംലി. ഇതിന് ആ 0-1 ഇൻ്റർവെല്ലിൽ പോലും യൂണിഫോം കൺവേർജൻസ് ഇല്ല. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് ഒരു റിസൾട്ട് ഇനി എക്സ് സ്ക്വയർ പ്ലസ് ഇതിനും ഇതേ രീതിയിലുള്ളത് നോക്കുകയാണ്. നമ്മൾ എക്സ് സ്ക്വയർ ബൈ എൻ, ഇത് എന്താ ആക്ച്വലി എക്സ് സ്ക്വയർ ബൈ എൻ പ്ലസ് എക്സ്. ഓക്കെ, ഇതിനൊരു നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എൻ പ്ലസ് എക്സ് മൈനസ് എക്സ്, ഇതാണ് എന്ത് വരിക? മോഡ് ഓഫ് എച്ച് എൻ ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ്. ഇതെന്താ? എക്സ് സ്ക്വയർ ബൈ എൻ പ്ലസ് എക്സ് എന്ന് വരും. ഓക്കെ, മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് എക്സ് എന്ന്. സോ ഇതിൻ്റെ മോഡുലസ് ഞാനിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതെടുത്ത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഓക്കെ, ഇതെന്ത് വരും, എക്സും എക്സും ക്യാൻസൽ ഔട്ട് ചെയ്താൽ ദിസ് വിൽ കം ഔട്ട് ആസ് എക്സ് സ്ക്വയർ ബൈ എൻ. ഇതെന്താ, ദിസ് ഇസ് അഗെയിൻ നോട്ട് ബൗണ്ടഡ്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് സബ് ഇൻ്റർവൽ 0, 8 എന്നുള്ള രീതിയിൽ, അതായത് ലെങ്ത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ് ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇതിൻ്റെ മാക്സിമം വാല്യൂ, ഈ സുപ്രീമം ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ എന്നുള്ളത് കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ 64, അതായത് ഇപ്പോൾ ഞാൻ 0 to 8 എന്ന് എടുത്തത്, ആ അപ്പർ ബൗണ്ട് എന്താണോ അത് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ, അതായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ, അതാണ് ഇതിൻ്റെ സുപ്രീമം. ഓക്കെ, ദെർഫോർ ദ സീക്വൻസ് എൻ കൺവേർജസ്. അപ്പോൾ 64/n എന്തോ ആയിക്കോട്ടെ, ഞാനിവിടെ 0 to 8 എടുത്തത്, അതുകൊണ്ട് 0 to 8 ഓക്കെ ഇതിൻ്റെ സുപ്രീമം എന്തായിരിക്കും, 64/n ആയിരിക്കും. 64/n ആയിരിക്കും. ഇതെന്താവും, ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി ദിസ് കൺവേർജസ് ടു 0. അതുകൊണ്ട് ഇതിന് ഇതേപോലത്തെ ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് യൂണിഫോം കൺവേർജൻസ്. Okay, it has uniform convergence. Similarly, this function in next question is this: fn of x equal to 1 by n into sin nx plus n, f of x equal to 0. ഇതിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ടോ? യെസ്, ഇതിനും യൂണിഫോം കൺവേർജൻസ് ഉണ്ട്. അതിൻ്റെ റീസൺ എന്താ? ബിക്കോസ് നമ്മൾക്ക് അറിയാം, നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ -1 is less than or equal to sin nx plus n is less than or equal to 1 നമ്മൾക്കറിയാം. ഇനി എല്ലാം n കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇങ്ങനെ വരും. സോ ഇതിൻ്റെ നാച്ചുറൽ അപ്പർ ബൗണ്ട് എന്തായിരിക്കും, ഇതിൻ്റെ 1/n ആണ്. സോ അത് തന്നെയാണ് അതിൻ്റെ സുപ്രീമായിട്ട് വരിക. സോ ആ 1/n ഇറ്റ് കൺവേർജസ് ടു, സോ മോഡ്, ഇതിൻ്റെ അർത്ഥം എന്താ, മോഡ് നോം fn മൈനസ്, അതായത് യൂണിഫോം നോം ഓഫ് fn മൈനസ് f ഓൺ r, വാട്ട് വിൽ ദാറ്റ് കം ഔട്ട് ആസ്, ഇതായത് മോഡ് sin nx പ്ലസ് n/n മൈനസ് എഫ് ഓഫ് എക്സ് 0 എന്നാണ് വരുന്നത്. സോ -0 എന്ന് വരും. ഇതെന്താ, ദിസ് വിൽ ബി, ഇതിൻ്റെ സുപ്രീം എന്താ, ഇതിൻ്റെ ഈ ഒരു കാണുന്ന ടേമിൻ്റെ സുപ്രീം എന്ന് പറഞ്ഞാൽ 1/n ആണ്. 1/n കൺവേർജസ് ടു 0. സോ നോം fn മൈനസ് എഫ് കൺവേർജസ് ടു 0. അതുകൊണ്ട് അത് യൂണിഫോംലി കൺവേർജൻറ്റ് ആണ് ഈ ഒരു കാണുന്നത്. ഓക്കെ, സോ 1/n into sin nx plus n is uniformly convergent in the whole റിയൽ ലൈൻ. ഇതൊരു സബ് ഇൻ്റർവെല്ലല്ല, ഫുൾ റിയൽ ലൈനിൽ ഇത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. ബിക്കോസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് sin nx പ്ലസ് n/n എന്നാണ് വരുന്നത്. അതിൻ്റെ സുപ്രീം എടുത്താൽ 1/n എന്നാണ് വരിക. ആ 1/n 0ലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് ഈ വി ആർ കൺസിഡറിങ് ദ സീക്വൻസ് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ്. ഈ കാണുന്നതാണ് കൺസിഡർ ചെയ്യുന്നത്. ജി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ്. ഇത് ഞാനൊന്ന് മാറ്റി എഴുതാണ്, എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1. ഇത് നമ്മൾ കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സുപ്രീമം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമ മിനിമ ഫങ്ഷൻസ് നമ്മൾ +2 ലെവലിൽ തന്നെ പഠിച്ചതാണ്. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമ എക്സ്ട്രീമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ലേക്ക് ഈക്വേറ്റ് ചെയ്യും. സോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. സോ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, എക്സ് റേസ് ടു എൻ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഓക്കെ, ഇനി അതിൽ നിന്ന് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഞാൻ കോമൺ ആയിട്ട് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് എൻ പ്ലസ് 1, എൻ മൈനസ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്. ഓക്കെ, ഇവിടുന്ന് എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് ഞാൻ എടുത്ത് പുറത്ത് വെക്കുന്നത്. സോ ബാക്കി ഒരു എക്സ് ടേം അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദിസ് ടേം നമ്മൾ ഐഡൻറ്റിക്കലി 0 എന്ന് എടുക്കാൻ പറ്റില്ല. സോ എൻ മൈനസ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എൻ ബൈ എൻ പ്ലസ് 1. ഇതാണ് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് ഇത് സെക്കൻഡ്, അതായത് നമ്മൾക്ക് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ പോയിൻ്റ് ഓഫ് മാക്സിമ. ഓക്കെ, അത് നമ്മൾക്ക് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് മറ്റേ ഇൻക്രീസിങ് ആയിട്ട് ഫംഗ്ഷൻ വരുന്നു, റൈറ്റിലേക്ക് ഡിക്രീസിങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് എ പോയിൻ്റ് ഓഫ് റിലേറ്റീവ് മാക്സിമ, പോയിൻ്റ് ഓഫ് മാക്സിമ. അപ്പോൾ ഈ പോയിന്റിൽ ഇനി ഈ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ജി എൻ ഓഫ് എക്സ് ഞാൻ ആ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമ്മൾക്ക് എന്ത് വരും, എക്സിൻ്റെ പകരം എൻ ബൈ എൻ പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ എൻ ബൈ എൻ പ്ലസ് 1 ടു ദ പവർ എൻ ഇൻറ്റു 1 മൈനസ് എൻ ബൈ എൻ പ്ലസ് 1. ഇതെന്ത് എനിക്ക് കിട്ടും, ഇതിവിടെ ചെയ്യുമ്പം എനിക്ക് ഇത് ആക്ച്വലി കിട്ടാൻ പോകുന്നത് എൻ പ്ലസ് 1 മൈനസ് എൻ ബൈ എൻ പ്ലസ് 1. എൻ ക്യാൻസൽ ഔട്ട് ചെയ്താൽ ദിസ് ടേം വിൽ റെഡ്യൂസ് ടു 1 ബൈ എൻ പ്ലസ് 1. ഇനി ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ എല്ലാ ടേമിനെയും ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ ആക്ച്വലി ദിസ് വിൽ ആക്ച്വലി കം ഔട്ട് ആസ് 1 ബൈ 1 പ്ലസ് 1 ബൈ എൻ ഹോൾ ടു ദ പവർ n എന്ന് വരും. അതാണ് നമ്മൾ 1 ബൈ 1 പ്ലസ് 1 ബൈ എൻ ടു ദ പവർ മൈനസ് n എന്ന് എഴുതിയത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി ദിസ് ടേം ഗോസ് ടു 0. ഇത് ആക്ച്വലി ഇ റേസ് ടു മൈനസ് 1. അപ്പോൾ നമ്മൾ ആ ഇ റേസ് ടു മൈനസ് 1ൻ്റെ ഇതാണ്. സോ 1 പ്ലസ് എക്സ് ബൈ എൻ ടു ദ പവർ
മൈനസ് എൻ ഇത് എന്താ സോറി ടു ദ പവർ എൻ എന്ന് പറയുന്നത് ദിസ് കൺവേർജസ് ടു ഇ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദിസ് വിൽ കൺവേർജ് ടു ഇ റേസ് ടു -1 അല്ലെങ്കിൽ 1/e. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾക്ക് വരിക 1/e ഇൻറ്റു 0 എന്നാണ്. ഓക്കെ, 1/e ഇൻറ്റു 0. ഇനി നമ്മൾക്ക് അതിൻ്റെ നോം ജി എൻ മൈനസ് ജി ആണ്. ജി ഓഫ് എക്സ് 0 അല്ലേ. സോ നോം ജി എൻ ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + 1/n ടു ദ പവർ -n -0 ഇതിൻ്റെ സുപ്രീമാണ്. ഓക്കെ, ഇതിൻ്റെ സുപ്രീം അപ്പം നമുക്ക് എന്താ വരിക, സോറി ഇതാണ് അതിൻ്റെ സുപ്രീമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സുപ്രീമാണ് ഈ കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് 1/eയിലേക്ക് പോകുന്നു. ദിസ് ടേം ഗോസ് ടു 0. സോ ദ ഫൈനൽ ആൻസർ ഇസ് കമ്മിങ് ഔട്ട് as 0. അതായത് ദിസ് is uniformly convergent. Okay, so we will stop this video here. Thank you.